നമസ്കാരം. കലാലയങ്ങൾ എല്ലാ കാലത്തും ആശയ കലഹങ്ങളുടെ സംവാദവേദികളാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉൾപ്പെടെ വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് കലാലയങ്ങളാണ്. വിയോജിച്ചും ഭരണാധികാരികളുടെ ആശയങ്ങളോട് അനുസരണക്കേട് കാട്ടിയും കലാലയങ്ങൾ രചിച്ചിട്ടുള്ള ചരിത്രം വളരെ വലുതാണ്. നമുക്ക് തുടങ്ങാം ഈ ക്യാമ്പസിന്റെ സർഗാത്മക, സംവാദാത്മക, ചലനാത്മക അന്തരീക്ഷത്തെ സജീവമായിക്കൊണ്ട് സീസ് ഫയർ. ആയിരത്തി 1968 നിയമ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പരിഹാരമാവുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കാലിക്കറ്റ് സർവകലാശാല 74-75 കാലഘട്ടത്തിൽ വിവിധ പഠന വിഭാഗങ്ങളും തലശ്ശേരി, തൃശൂർ ഓഫ് ക്യാമ്പസുകളോടും കൂടി അതിന്റെ പുരോഗതിയുടെ പാതയിലേക്ക് കുതിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പസിൽ ഉൾപ്പെടെ ഹോസ്റ്റലുകൾ ഉണ്ടായി. പിന്നീട് വിവിധ ഭാഗങ്ങളിലുള്ള കോളേജുകളിൽ സർവകലാശാലയുടെ ഭാഗമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. വിവിധ ഭരണാധികാരികൾ മാറി മറഞ്ഞു പോയിട്ടും വിവിധ നയങ്ങൾ മാറി മറഞ്ഞു പോയിട്ടും പെൺകുട്ടികളുടെ ഹോസ്റ്റലുകൾക്കകത്ത് വലിയ വിലക്കുകളും നിയന്ത്രണങ്ങളും തുടരുകയാണ്. നാം ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സർവകലാശാല ക്യാമ്പസിലെ ലേഡീസ് ഹോസ്റ്റലിനകത്തുള്ള 8 മണി വിലക്ക്. ആ വിലക്ക് ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതാണോ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനുശേഷം പെൺകുട്ടികൾ ക്യാമ്പസിനകത്ത് എത്തുകയാണെങ്കിൽ ഈ ക്യാമ്പസിനകത്തുള്ള പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ 24 മണിക്കൂർ ആക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും, സുരക്ഷയെ അത് എത്തരത്തിൽ ബാധിക്കുമെന്നുള്ള വലിയ ചർച്ചകളിലേക്ക് ഈ വേദി പോവേണ്ടതുണ്ട്. നമ്മുടെ പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്താം. ഡോക്ടർ മിനി സുകുമാരൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ സ്റ്റഡീസിന്റെ അധ്യാപികയാണ്. ഡോക്ടർ പി മുഹമ്മദ്, ഹയർ എഡ്യൂക്കേഷൻ ഡീനാണ്. മോദീൻകുട്ടി മാസ്റ്റർ, അറബിക് വിഭാഗത്തിലെ അധ്യാപകനാണ്. OM ഷഫീഖ്, ഇവിടുത്തെ MATലെ സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ ഡെലിഗേറ്റ്സിനെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എട്ട് മണിയാണ് പെൺകുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം. അത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അധ്യാപകന്റെയോ HODയുടെയോ പെർമിഷനോട് കൂടിയുള്ള ലെറ്ററോട് കൂടി മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. 2015 നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ച EET കോളേജിലെ വിദ്യാർത്ഥിനികൾ നടത്തിയിട്ടുള്ള ബ്രേക്ക് ദ കർഫ്യൂ സമരമുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള വിദ്യാർത്ഥിനികൾ ഹോസ്റ്റൽ സമയ ക്രമീകരണത്തിനെതിരെ, കർഫ്യൂവിനെതിരെ, നിയന്ത്രണങ്ങൾക്കെതിരെ രംഗത്ത് വരികയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഹോസ്റ്റൽ 24 മണിക്കൂർ ആക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള പാനലിസ്റ്റുകളുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് കടക്കാം. ഹോസ്റ്റൽ സമയത്തെ മാത്രം അടർത്തി മാറ്റിക്കൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ചർച്ച സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോസ്റ്റൽ സമയത്തിലെ അല്ലെങ്കിൽ കർഫ്യൂവിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ നമ്മുടെ സ്ഥാപനം പിന്തുടരുന്ന പല കാര്യങ്ങളുടെയും ഒരു പ്രതിഫലനമാണ്. പൊതുവിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, കുട്ടികളെന്ന് പറയുന്നത് പോലും ശരിയല്ല, കാരണം ഇവിടെ എല്ലാവരും മുതിർന്ന പൗരന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസിനകത്തെ സ്ത്രീ പുരുഷ അന്തരങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള കാര്യങ്ങളാണ്. കേവലം ഹോസ്റ്റലിന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ വിഷയമല്ല, ഇത് ഈ പൊതുബോധത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഈ മൊത്തം സമൂഹത്തിന്റെ തന്നെ പ്രതിഫലനമാണ്. ക്യാമ്പസുകൾ, സ്ഥാപനങ്ങൾ പിന്തുടരുന്ന ഇത്തരം നിയമങ്ങളിൽ എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതേ കേരളത്തിലെ MG സർവകലാശാലയിലെ ഹോസ്റ്റലിലെ സമയം 24 മണിക്കൂറാണ്. ഇതേ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം അടുത്തതായി നമുക്ക് PP മുഹമ്മദ് സാറിൽ നിന്ന് കേൾക്കാം. ഞാൻ ഈ ക്യാമ്പസിൽ 77 ചേർന്നതാണ്. അന്ന് 6 മണിയായിരുന്നു പെൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ സമയം. പിന്നെ അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഒട്ടനവധി വിപ്ലവങ്ങളൊക്കെ നടന്നെങ്കിലും 2002 ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് വന്ന ഒരു അധ്യാപകൻ വൈസ് ചാൻസലറായ സമയത്ത് ലൈബ്രറി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അന്ന് ഇൻഫോർമേറ്റീവ് ഇംപ്ലിമെൻറ്റും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥിനികളുടെ സമയം 8 മണിയാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ ഒരു 30-ലധികം വർഷം ആ നടപടി തുടർന്നു ഈ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് ചില നിയമനിർമ്മാണങ്ങൾ. അതുകൊണ്ട് ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ ഇതിനെ താത്വികമായും പ്രായോഗികമായും വിലയിരുത്തപ്പെടേണ്ടത് എന്നാണ് അഭിപ്രായം. നിലവിൽ
ഇവിടുത്തെ സമയം 24 മണിക്കൂർ ആക്കണമെന്ന ഒരു അഭിപ്രായം വരികയാണെങ്കിൽ അതിൻ്റെയോടൊപ്പം ഏതു ഭാഗത്ത് നിൽക്കും? താത്വികമായി പറയുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. ഇവിടെ നൽകപ്പെടുന്ന അക്കാദമിക കോഴ്സുകൾ ഒരുപോലെയാണ്, നൽകപ്പെടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒരുപോലെയാണ്. അധ്യാപകർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെയോ വിദ്യാർത്ഥിനികളെയോ മാറ്റി നിർത്തിയിട്ടല്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിക്കണമെന്നും ബോയ്സ് ഹോസ്റ്റലിന് തുല്യമായുള്ള പ്രിവിലേജസും റൈറ്റും പ്രിവിലേജസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വിൽ ബി ഷെയർഡ് ഈക്വലി എമംഗ് ബോയ്സ് ഹോസ്റ്റൽ ആൻഡ് ലേഡീസ് ഹോസ്റ്റൽ. അതാണ് എനിക്ക് ആദ്യമായി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മൊയ്തീൻകുട്ടി മാഷിന്റെ അഭിപ്രായത്തിലേക്ക് പോകാം. ഓരോ നിയമങ്ങളും സാമൂഹിക വ്യവഹാരങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ തുടങ്ങിയ അവയുടെ ഹോസ്റ്റലുകൾ തുടങ്ങിയ കാലഘട്ടത്തിലെ ഒരു അവസ്ഥയല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യം, എന്തിനാണ് സെപ്പറേറ്റ് ഹോസ്റ്റലുകൾ? ലേഡീസ് ഹോസ്റ്റൽ അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്നത് അടഞ്ഞ അധ്യായങ്ങളാണ്. നമ്മളിപ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ ഇരിക്കുന്നത് ഇടകലർന്നാണ്, നാം വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇടകലർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ തമ്മിൽ അഥവാ ആൺ പെൺ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. എന്തിനാണ് ഇത്തരം വിവേചനങ്ങൾ എന്നതാണ് എൻ്റെ വീക്ഷണം. അവിടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒറ്റപ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവകാശം കൊടുക്കണം. അത് കാരണം അത് ഇൻക്ലൂഷൻ്റെ പരിപാടിയാണ്. ഇൻക്ലൂഷന്റെ ഭാഗമായി എല്ലാവരെയും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കാകാം. എല്ലാത്തിടത്തോളം പൊതു അവസ്ഥ എന്ന രൂപത്തിൽ പെൺ ഹോസ്റ്റൽ എന്നോ ആൺ ഹോസ്റ്റൽ എന്നോ വ്യത്യാസമേ ആവശ്യമില്ല. ഹോസ്റ്റൽ ജനറൽ ആയിരിക്കണം എന്നതാണ് എൻ്റെ വീക്ഷണം. ഒരു പൊതു ഹോസ്റ്റൽ, അതിനകത്ത് പ്രത്യേകിച്ച് ലിംഗ വേർതിരിവുകളില്ലാതെ ആണെന്നോ പെണ്ണെന്നോ പറയാത്ത ഒരു പൊതു ഇടമാണ് ആവശ്യമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാനലിസ്റ്റിന്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഒരു ചെറിയൊരു വിഷയം എന്നതിലുപരി ഇത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരുപാട് വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഭാരതത്തിൻ്റെ വിശുദ്ധമായ ഭരണഘടനയിൽ എഴുതി ചേർത്ത കാര്യങ്ങളാണ് ഈക്വാലിറ്റി, ലിംഗ സമത്വം എന്ന ഒരു വേർഡ്. എന്തുകൊണ്ടാണ് ഇത്തരം കേരളീയ സാഹചര്യത്തിൽ ഹോസ്റ്റൽ സൗകര്യത്തിൽ 24 മണിക്കൂറും അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ 24 മണിക്കൂറും ഇത് ഹോസ്റ്റൽ സൗകര്യം അനുവദിച്ചു കൊടുക്കാം. പക്ഷേ ഒരു ബൗണ്ടറി കൃത്യമായി യൂണിവേഴ്സിറ്റിക്ക് നിർണ്ണയിക്കാത്ത കാലത്തോളം ഇത്തരം ലേഡീസ് ഹോസ്റ്റൽ 24 മണിക്കൂർ ആക്കുക എന്നത് ഒരു തീരെ യോജിക്കാത്ത കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ക്യാമ്പസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്ത എടുത്തോളം കാലം ലേഡീസ് ഹോസ്റ്റലിന്റെ സമയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്രായോഗികമായ കാര്യമാണ്. സെക്യൂരിറ്റി ഓഫീസർ ഇവിടെയുണ്ട്, അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ക്യാമ്പസ്, അതായത് ഏകദേശം 526 ഏക്കർ ഭൂമി, ഇതിൻ്റെ ഇടയിൽ കൂടെ 2 PWD റോഡ്, 1 ഈസ് നാഷണൽ ഹൈവേ, 1 ഒലിപ്പുറം റോഡ്, 1 പഞ്ചായത്ത് റോഡ്. അതുപോലെ തന്നെ ചുറ്റും ഗ്രാമങ്ങൾ, ആളുകൾ താമസിക്കുന്ന വീടുകൾ പലതും. ഈ ക്യാമ്പസിന് ഒരു ബൗണ്ടറി, അതായത് ഒരു വേലി സാധിച്ചെടുക്കാൻ ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് സെക്യൂരിറ്റിക്കാരെന്നുള്ളത് 66 പേര്. നമ്മുടെ ഇവിടെ 40ഓളം ബിൽഡിങ്ങുകളുണ്ട് ഈ ക്യാമ്പസിനകത്ത്. ഈ 56 അല്ലെങ്കിൽ 66 സെക്യൂരിറ്റിക്കാർക്ക് മറ്റേ 3 ഷിഫ്റ്റ് 8 മണിക്കൂർ ഡ്യൂട്ടി വീതം കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഏകദേശം 150 പേരെ മറ്റേ സെക്യൂരിറ്റിക്കാരുടെ ആവശ്യമുണ്ട്. നിലവിൽ നമ്മുടെ ക്യാമ്പസിനകത്ത് 8 മണി എന്ന് പറയുന്നത് ലൈബ്രറി ടൈമാണ്. 8 മണി കഴിഞ്ഞാൽ പലപ്പോഴും ആൺകുട്ടികളോട് ഉൾപ്പെടെ സെക്യൂരിറ്റി ജീവനക്കാർ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതേ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ ക്യാമ്പസിന്റെ PVC മുമ്പ് ഇവിടെ നടന്ന തൈത്താങ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി, ഈ ക്യാമ്പസിന്റെ നൈറ്റ് ലൈഫ് സജീവമായി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് പല നിയന്ത്രണങ്ങൾ ലിഖിതമായിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ മാത്രമാണോ? 8 മണി വരെയാണ് ലേഡീസ് ഹോസ്റ്റലിൽ. അത് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിന്നെ കിടക്കുന്നെങ്കിൽ ലേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടണം, അല്ലെങ്കിൽ മേറ്റർമാരുടെ അനുവാദം വേണമെന്നുള്ളതൊക്കെയാണ്. ഇന്ന് പെൺകുട്ടികൾക്ക് വഴി കൂടെ നടക്കുമ്പോൾ മറ്റേ വെളിച്ചത്തിൽ നടക്കാനൊരു വഴിയില്ലാത്തുള്ള സാഹചര്യമാണ്. അതായത് സ്ട്രീറ്റ് ആയിട്ട് എല്ലാ റോഡുകളിലും എല്ലാ വഴിയിലും ഇല്ല. ഈ ലേഡീസ് ഹോസ്റ്റൽ 24 മണിക്കൂറും ആക്കണം എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ എനിക്ക് സമ്മതമാണ്, അല്ലെങ്കിൽ എൻ്റെ ആയിട്ട് ആണെന്നും വേണമെന്നുമാണ്. പക്ഷെ അതിന് മുന്നേ നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അധ്യാപകന്മാർക്ക് സുരക്ഷ നമ്മൾ എങ്ങനെ പ്രൊവൈഡ് എന്നുള്ള കാര്യം
തീർച്ചയായും ആലോചിക്കണമെന്നാണ് എൻ്റെ കഴിഞ്ഞ വർഷം സമർപ്പിച്ചിട്ടുള്ള സമാഗതി റിപ്പോർട്ടിനകത്ത് സെക്യൂരിറ്റി വിഷയങ്ങളെ കുറിച്ചുള്ള സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് ക്യാമ്പസിലെ ഇരുണ്ട ഇടങ്ങളിലെല്ലാം തന്നെ ലൈറ്റ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായത്തിലേക്ക് പോകാം. സാമൂഹ്യ വിരുദ്ധർ കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർക്കിന്റെ ടൈം കുറയ്ക്കുന്ന രീതിയിലേക്കും പുറത്തുനിന്നുള്ള ആളുകളെ പാർക്കിൽ നിന്ന് ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് ആക്കുന്ന രീതിയിലേക്കൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇപ്പോഴും ക്യാമ്പസിൽ സുരക്ഷിതമായിട്ട് ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ 10 മണി വരെയാണ് ഹോസ്റ്റൽ ടൈം. 10 മണി വരെ ഞങ്ങൾ മിക്ക ആളുകളും ക്യാമ്പസിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നാലും ആ ടൈം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്ന സമയം ലൈറ്റ് ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും പരിഹരിക്കാതെയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സുരക്ഷാ വിഷയങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ടൈം കുറയ്ക്കുന്നതിൽ മാത്രം. അതായത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോൾ പെൺകുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം വരുത്തുന്ന രീതിയിലേക്കായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുള്ളവരും ആയാലും പ്രതികരിച്ചത്. ഇവിടെ അതിനുശേഷം 8 മണിക്ക് ശേഷം ഇവിടെ ക്യാമ്പസിൽ ട്രാപ്പിലിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, പിന്നെ ആരെങ്കിലും വന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയാൻ വരണ്ട, നിങ്ങൾ വേഗം ഹോസ്റ്റലിൽ കയറിക്കോ എന്നുള്ള രീതിയിലേക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനെയും ലൈബ്രറി യൂസ് ചെയ്യുന്നതിന് വരെ വിലക്കാവുന്ന രീതിയിലേക്കാണ് ഈ വിഷയത്തിനെ ഇവിടുത്തെ അതോറിറ്റി മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്യാമ്പസ് 24 മണിക്കൂറും അക്കാദമിക പരിപാടികളും ഒക്കെ നടത്തി സജീവമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്നാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനി വർഷത്തിന്റെ അഭിപ്രായം എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 24 മണിക്കൂറും കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കണം. അത് ഒരു സ്വാഭാവികമായി അത് അക്കാദമിക് കാര്യങ്ങളാണെങ്കിൽ ലൈബ്രറി, ഇതേപോലെ ക്യാമ്പസ് മാത്രം തുറന്നു കൊടുത്താൽ പോരാ, ഹോസ്റ്റൽ തുറന്നു കൊടുത്താൽ പോരാ, ലൈബ്രറിയും 24 മണിക്കൂർ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സർവകലാശാല 24 മണിക്കൂർ സമയവും പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. അക്കാദമിക്കും ആയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായ ഭാഗഭാക്കാവേണ്ട വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ ആ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായി പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ സജീവമായി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഏറ്റവും എടുത്തു കാണിക്കാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം സീമന്തിനി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കുറിച്ചാണ്. ആ കമ്മീഷൻ നമ്മൾ 1997 തുടങ്ങിയ കമ്മീഷൻ റിപ്പോർട്ടിൽ സമർപ്പിച്ച സമയത്ത് ഒരുപാട് ഈ ക്യാമ്പസിന് ഒരു ചുറ്റുമതിൽ വേണം എന്നുള്ള കാര്യം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നാക് വിസിന് മുൻപ് ഇതിനു മുൻപ് നടന്ന നാക് വിസിലും ആ സംഘവും മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് കൃത്യമായ അതിർവരമ്പുകൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ക്യാമ്പസ് കൊണ്ട് മുന്നോട്ട് വെക്കുന്നത് ഇവിടുത്തെ ആൺകുട്ടികൾക്കുള്ള റൈറ്റ്സ് പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ പെൺകുട്ടികൾക്കും അതേ ഒരു അവസരം ഉണ്ടാവണമെന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചുറ്റുമതിലില്ലാത്ത 526 ഏക്കറിന് 66 സെക്യൂരിറ്റി മാത്രമുള്ള ഒരു ക്യാമ്പസിൽ എങ്ങനെയാണ് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതും അതുപോലെ അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നുള്ളതുമാണ് ക്യാമ്പസ് കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ആദ്യം നമ്മൾ ഉയർത്തേണ്ട വിഷയം ക്യാമ്പസിലെ അക്കാഡമിക് അന്തരീക്ഷം 24 മണിക്കൂറായി ഉയർത്തണം എന്നുള്ളതായിരുന്നു. അതിലേക്കായിരുന്നു ആദ്യമായിട്ട് ചർച്ച വരേണ്ടത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഏതർത്ഥത്തിലാണോ നമ്മൾ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിനെ 24 മണിക്കൂർ ആക്കണം, എങ്ങനെ ആക്കണം, ഏതൊക്കെ അതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് സിഒവിന്റെയും അഭിപ്രായം. ക്യാമ്പസിൽ സ്ത്രീകൾക്ക് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് സിഒവിന്റെ അഭിപ്രായം. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ സുരക്ഷയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് ആൺകുട്ടികൾക്കില്ലാത്ത എന്തൊക്കെയോ സുരക്ഷ പെൺകുട്ടികൾക്ക്. സുരക്ഷയുടെ ഈ കോൺസെപ്റ്റ് പോലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സർവൈലൻസിലും ഒരുപാട് നിയന്ത്രണങ്ങളിലുമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ക്യാമ്പസിനകത്ത് പെൺകുട്ടികൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള സമയം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ, പ്രത്യേകിച്ച് സയൻസ് വിഭാഗങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ വരേണ്ടി വരുന്നത്, പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോ അതെങ്ങനെയാണ് നമുക്കൊരു പോംവഴി പറയാൻ കഴിയുക? ഒന്നാമതായി സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള എല്ലാവരുടെയും ഉത്കണ്ഠ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയധികം യോജിപ്പുണ്ട് നമ്മുടെ സമൂഹത്തിലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം?
എല്ലാവരും തയ്യാറാണ്. സാറാണെങ്കിൽ പറയുന്നു ഹോസ്റ്റൽ തന്നെ ഒരുമിച്ചാവണം എന്നൊക്കെ. എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നത് ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സ്വതന്ത്രരാകുന്ന കാലം വരും. അപ്പോൾ നമുക്ക് എല്ലാ സുരക്ഷാ സമീകരണങ്ങളും ഉണ്ടാവുന്ന കാലത്ത് സുരക്ഷിതമായി നടക്കേണ്ടവരാണ് പെൺകുട്ടികൾ എന്നുള്ളതല്ലല്ലോ. നിലവിലുള്ള അവസ്ഥകളോട് എങ്ങനെയെല്ലാം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ അക്കാഡമിക് ആയിട്ടുള്ള തുല്യാവസരങ്ങൾ സംരക്ഷിക്കപ്പെടാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. പൊതുസമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം, അത് വെറും ഒരു തൊഴിൽ സ്ഥലമല്ല. അവിടെ വിദ്യാർത്ഥികൾ വരുന്നത് അവരുടെ വിജ്ഞാനം, അവരുടെ വിദ്യാഭ്യാസം, അതോടൊപ്പം മുതിർന്ന പൗരന്മാരായി സമൂഹത്തിൽ ഇടപെടാനായി അവർക്ക് വേണ്ടുന്ന ചില കേപ്പബിലിറ്റീസ് ഉണ്ടാക്കാനും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കെല്ലാം തുല്യമായ അക്കാഡമിക് സമയം ലഭിക്കുന്നുണ്ടോ, തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഒരേപോലെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ, അവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യൽസും വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെന്റ് നമ്മുടെ ഈ സ്ഥാപനം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു തുല്യമായ അവസരം ലഭിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇനി ഏത് കാര്യം ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഈ സുരക്ഷയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമായതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹം അതിൻ്റെ പ്രായോഗികമായൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. 526 ഏക്കറാണ്, 66 ജോലിക്കാരേ ഉള്ളൂ, അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെ. അത് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നോക്കുമ്പോൾ അത് വളരെ ശരിയാണ്. പക്ഷെ എൻ്റെ ചോദ്യം, നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഏത് ഭാഗമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്? പ്രത്യേകിച്ച് ഏത് ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്? ഈ 626 ഏക്കർ പകൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലൈബ്രറി, ലാബറട്ടറികൾ, അതുപോലെ ഹോസ്റ്റൽ, വേണ്ടി വന്നാൽ ഒരു ക്യാൻറ്റീൻ, അങ്ങനെയുള്ള ഒരു പ്രദേശം മാത്രമാണ് ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏത് രാത്രിയിലും ഉപയോഗിക്കേണ്ടി വരുന്ന പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളെ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ സുരക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഇതിനെ ചുരുക്കുകയല്ല വേണ്ടത്. ഇത്രയും സ്ഥലങ്ങളെ സുരക്ഷിതമാക്കാൻ അതിന് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അത്, കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെ വെക്കുന്നതാണെങ്കിൽ അത്, കൂടുതൽ വനിതാ സെക്യൂരിറ്റി ഫോഴ്സിനെ വെക്കുന്നതാണെങ്കിൽ അത്, അങ്ങനെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ആൺ പെൺ ഭേദമില്ലാതെ അവരുടെ അക്കാദമിക് ടൈം അവർക്ക് പൂർണ്ണമായി കിട്ടാനുള്ള അവസരം, ലൈബ്രറിയുടെ സമയം കൂട്ടുക, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിലൂടെ. ലാബറട്ടറി ഇപ്പോൾ ഈ സയൻസ് ലാബുകളിലെ പോകുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അവർക്ക് ഒരുപക്ഷെ ഒരു രാത്രി മുഴുവനോ തുടർച്ചയായോ മണിക്കൂറുകളോളം നിന്ന് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് പലതും അതിൻ്റെ പകുതി വെച്ച് അവസാനിപ്പിച്ചിട്ട് പോകേണ്ടി വരുന്നവരാണ് നമ്മുടെ വിദ്യാർത്ഥിനികളിൽ പലരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഗവേഷണം തുടരാത്തത് എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യും. നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് സൗകര്യം കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്. ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 വാദഗതികൾ. ഒന്ന്, ഒരു ജനറൽ ഹോസ്റ്റൽ, അതിനകത്ത് തന്നെ ജനറലായി താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റലുകളും, ജനറൽ ഹോസ്റ്റലുകളിൽ താമസിക്കേണ്ട ആളുകൾക്ക് ജനറൽ ഹോസ്റ്റലും വേണമെന്നുള്ള രീതിയിലുള്ള വാദം വന്നു. സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഹോസ്റ്റൽ സമയം നീട്ടാത്തത് എന്ന രീതിയിലുള്ള വാദവുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 വാദങ്ങളോടും സാർ എങ്ങനെ പ്രതികരിക്കുന്നു? കുറേയേറെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചാൽ ഹോസ്റ്റലിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 24 മണിക്കൂറാക്കുന്നതിൽ കുഴപ്പമില്ല. എനിക്കതിനോട് തീർത്തും യോജിപ്പാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രീതിയിലുള്ള സെക്യൂരിറ്റിക്കാരുടെ സാന്നിധ്യത്തിലുള്ള സർവിലൻസിന് കീഴിലുള്ളതാണ് സുരക്ഷിതത്വം? സെക്യൂരിറ്റി വെക്കുന്നത് തന്നെ ക്യാമ്പസിന്റെ പ്രശ്നം സെക്യൂരിറ്റിയിലേക്ക് ഒതുക്കുകയും അത് പുറത്തുനിന്നുള്ള ആളുകളെ തടയുന്നതിന് വേണ്ടിയും അകത്ത് വളരെ സുരക്ഷിതമാണ് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ 9-ലധികം വർഷം ഭരണപരമായ ഉദ്യോഗം വെച്ചതാണ്. ഇവിടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പാളി നോക്കുന്ന കേസുകൾ ഒട്ടനവധി പരിഹരിച്ച ഒരാളാണ്. അവിടെയൊക്കെ പിടികൂടിയ ആളുകൾ ഒന്നുകിൽ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ മക്കളോ ഈ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളോ ബഹുഭൂരിഭാഗവും ഈ നിങ്ങളുടെ സർവിലൻസിന്റെ പേരിൽ പുറത്താക്കപ്പെടാൻ പറ്റാത്ത ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്തു നിന്നുള്ള ഒരു ഔട്ട്സൈഡർ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വന്ന് ഇവിടുത്തെ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്ത അവസരങ്ങൾ തുലം കുറവാണ്. ഇവിടെ എന്റെ അഭിപ്രായം കൂടി പറയട്ടെ, ഇവിടെ ക്യാമ്പസിൽ 24 മണിക്കൂറും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകണം.
ഹോസ്റ്റലിൽ അഡ്മിഷൻ നൽകിയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് ഒരു റഫറണ്ടം ഏർപ്പെടുത്തണം. ആ റഫറണ്ടത്തിൽ ഭൂരിഭാഗം കുട്ടികളും ഞങ്ങൾക്ക് 24 മണിക്കൂറും സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കണം. കാരണം വോട്ടവകാശമുള്ള 18 വയസ്സിലേറെയുള്ള കുട്ടികളാണ്. ഇവിടെ നേരത്തെ ലൈബ്രറിയുടെ കാര്യമൊക്കെ പറഞ്ഞു, അനുഭവത്തിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ വിഷമം തോന്നരുത്. 6 മണി മുതൽ 8 മണി വരെ ലൈബ്രറിയുടെ സൗകര്യം വർദ്ധിപ്പിച്ചിട്ട് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഒരു വർഷം ഇന്റർനെറ്റ് ഇൻഫ്ലിനെറ്റിലേക്ക് ഫീസ് കൊടുത്തിട്ട് 10% പോലും വായനക്കാരുടെ അനുഭവം അവിടെ വർദ്ധിക്കുന്നില്ല എന്നതാണ് സാന്നിധ്യം. അക്കാദമികമായ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്ന പകരം പ്രശ്നം സുരക്ഷിതത്വത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് ഒരു 10-600 സുരക്ഷിതത്വത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിച്ചാൽ പ്രശ്നം തീരുമെന്നുള്ളത് ഇത്തരം ഒരു സദസ്സ് തീരുമാനിക്കുന്നത് വളരെ വഷളാണ് എന്നാണ് എന്റെ അഭിപ്രായം.